വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ. സദഖല്ലാഹു മൗലാനൽ അദീം. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. ആദരണീയനായ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മഹത്തായ എക്സലൻസിയുടെ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന നല്ലൊരു അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിനോടനുബന്ധിച്ചും നമ്മുടെ ക്യാമ്പസിൽ ഒത്തുകൂടിയ സദസ്സാണ്. ഈ സദസ്സിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളാരെങ്കിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറമായ മദീനയിൽ പോയിട്ടുണ്ടാകും. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം, ആ ജാറത്തിൻ്റെ ഉള്ളിൽ മുകൾ വശത്തേക്ക് നോക്കിയാൽ 2 വരി പദ്യം കാണാം. ആ 2 വരി പദ്യമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത്. യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദ് يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. കയ്യിൻ്റെ വിരലിലൂടെ വെള്ളം കൊടുത്തുകൊണ്ട് സൈന്യത്തെ സഹായിച്ച നബിയേ, ഖിയാമത്ത് നാളിൽ സർവ്വജനങ്ങളെയും അല്ലാഹുവിൻ്റെ കോടതിയിൽ എഴുന്നേറ്റ് നിന്ന് ശഫാഅത്ത് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് സ്വീകരിക്കുന്ന നബിയേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലേക്ക് തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകൾ വരികയാണ്. പരിശുദ്ധ ഖുർആനിലില്ലേ, വലൗ അന്നഹും യളലബു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ വന്നുപോയ ആളുകൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിന്റെ സമീപത്തേക്ക് പോകണം. ജാഊക ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിന്റെ സമീപത്ത് അവർ ചെല്ലണം. എന്നിട്ടോ വസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് അവർ റെക്കമെൻഡ് തേടണം. എന്നിട്ടോ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞത് പ്രകാരം അല്ലാഹു തആല അവർക്കത് പൊറുക്കും കൂടിയായാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു അവർക്ക് തെറ്റുകൾ പൊറുക്കുന്നവരായി റഹ്മത്ത് ചെയ്യുന്നവരായി എത്തിക്കാൻ കഴിയുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ആ പരിശുദ്ധ ഖുർആൻ തന്നെയാണല്ലോ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും കാരുണ്യമായി വന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോയിട്ട് തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകൾ ഹബീബ് നബി തങ്ങളോട് പോയി തെറ്റുകൾ മാപ്പപേക്ഷിച്ചാൽ
ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അല്ലാഹു അവർക്ക് തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ടവരായി, തീരെ തെറ്റില്ലാത്തവരായി അല്ലാഹു അവരെ രേഖപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇത് തെളിവല്ലേ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റെക്കമെൻഡ് തേടാം എല്ലാ മഹാന്മാരും പറഞ്ഞതാണ്. അതേ പുത്തൻവാദികളുടെ നേതാവുണ്ടല്ലോ ഇബ്നു തൈമിയുടെ കൂടെ അതാ ജയിലിൽ കിടന്നുവെന്ന് മുമ്പ് വാഴക്കാട് ഖണ്ഡനത്തിൽ വെച്ച് അതാ പറയപ്പെട്ട ഇബ്നു കസീർ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ വഅസഅലൂഹു അയ്യസ്തഗ്ഫിറ ലഹും. ആ നബിതങ്ങളോടും റെക്കമെൻഡ് തേടാം. അത് അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞത് പുത്തൻവാദികൾ കണ്ടിട്ടില്ല. അതാരും കാണാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം കുറയൂല. എന്തേ കാരണം? മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹസിദിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിബി. അവിടുത്തെ ബഹുമാനത്തിന് കുറവില്ല, അവിടുത്തെ സ്ഥാനത്തിന് കുറവില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുതഅല്ലിമീങ്ങളോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ ഉണർത്തുന്നു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. കാരണം ലോകത്തിന് മുഴുവൻ കാരുണ്യമായി വന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ലോകം തന്നെ ഉണ്ടാകുമോ എന്നത് നാം ചിന്തിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സൃഷ്ടികളെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും അല്ലാഹു അയച്ചവരിൽ ഏറ്റവും ഉത്തമരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോടും വസിയ്യത്ത് ചെയ്തുകൊണ്ട് അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, മറ്റുള്ള മുതഅല്ലിമീങ്ങൾ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരും പങ്കെടുക്കുന്നവരും ഈ സദസ്സ് കാണാൻ വന്നവരും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ വിഷയങ്ങളും നീ ഏറ്റെടുത്ത് ഖബൂൽ ചെയ്യണേ അല്ലാഹ് എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.